നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ കള്ളരേഖകൾ ചമച്ച് ടാക്സ് വെട്ടിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ഹൈദരാബാദിൽ നടന്ന വിചിത്രമായ ഒരു ഇൻകം ടാക്സിന്റെ കേസിനെ കുറിച്ച് പറയാം. ഒരാൾ തന്റെ വസ്തു ഏകദേശം 1.4 കോടി രൂപയ്ക്ക് വിൽക്കുകയുണ്ടായി. ക്യാപിറ്റൽ ഗെയിൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 73 ലക്ഷം രൂപയുടെ കോസ്റ്റ് ഓഫ് അക്യൂസിഷനും 53 ലക്ഷം രൂപയുടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കാണിച്ചു. ഇതോടെ അദ്ദേഹത്തിന്റെ ടാക്സ് ബാധ്യത വെറും 1 ലക്ഷമായിട്ട് കുറയ്ക്കാൻ പറ്റി. പേപ്പറിൽ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ക്ലീൻ ആയിരുന്നു. എന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു AI ഫോറൻസിക് ഓഡിറ്റ് നടത്തിയപ്പോഴാണ് കളി മാറിയത്. 2002 ബില്ലുകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഹാജരാക്കിയ രേഖകളിൽ ഉപയോഗിച്ചിരുന്ന ഫോണ്ട് കാലിബറി ആയിരുന്നു. എന്നാൽ ഈ കാലിബറി ഫോണ്ട് മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയത് 2006 മാത്രമാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള ബില്ലിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഈ ഫോണ്ട് എങ്ങനെ വന്നു എന്നൊരൊറ്റ ചോദ്യത്തിൽ ആ കളത്തരം പൊളിഞ്ഞു. ഫലമോ അദ്ദേഹത്തിന്റെ എല്ലാ ക്ലെയിമുകളും തള്ളുകയും വലിയ തുക പിഴയും പലിശയും അടക്കേണ്ടി വരികയും ചെയ്തു. AI ഡാറ്റയും പാറ്റേണുകളും കൃത്യമായിട്ട് വിശകലനം ചെയ്യും. ഇന്നത്തെ കാലത്ത് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കുക. ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഉണ്ടാക്കുന്നവരാണെങ്കിലും ശ്രദ്ധിച്ചോ. കൂടുതൽ റിയൽ ടാക്സ് കേസുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്തു.